ആശാവർക്കർമാരുടെ ഓണറേറിയം സംബന്ധിച്ച് കേരളവും കേന്ദ്രവും തമ്മിൽ പരസ്പരം പഴിചാരുന്നതിനിടെ ഏറ്റവും ഒടുവിൽ ഓണറേറിയവുമായി ബന്ധപ്പെട്ട വർഷം തിരിച്ചുള്ള കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ആരോഗ്യമന്ത്രി JP നദ്ദയാണ് പാർലമെന്റിൽ ഇത് സംബന്ധിച്ച കണക്കുകൾ വ്യക്തമാക്കിയത്. നമുക്കതിന്റെ വിശദാംശങ്ങൾ എന്ന് പരിശോധിക്കാം. ഓരോ വർഷവും എത്രത്തോളമാണ് ഓണറേറിയമായി നൽകുന്നതെന്ന് 2021-22 കാലത്ത് നൽകിയത് 1675.38 ലക്ഷം രൂപയാണ് ആശാ വർക്കർമാർക്ക് ഓണറേറിയമായി നൽകിയിരിക്കുന്നതെന്നാണ്. തൊട്ടടുത്ത വർഷം, അതായത് 2022-2023 വർഷത്തിൽ 8780 രൂപ 8780 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് എന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൾ. 2023-24 ആയപ്പോഴേക്കും അത് അതേ തുക തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻസെന്റീവായി പ്രതിമാസം 2000 രൂപ നൽകുന്നു എന്നുകൂടിയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇത്തരത്തിൽ ഹാരിസ് ബീരാൻ MP-യുടെ രാജ്യസഭയിലുള്ള ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഈ ആശാവർക്കർമാരുടെ ഓണറേറിയം സംബന്ധിച്ച പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് എന്നുകൂടി കേന്ദ്രം പറയുകയാണ്. കേരളം നൽകുന്നത് 6000 രൂപയാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മറുപടിയിൽ പറയുന്നു. സിക്കിം സർക്കാർ 6000-ൽ നിന്ന് 10000 രൂപയായി ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആന്ധ്ര സർക്കാർ നൽകുന്നത് 10000 രൂപയാണെന്ന് കൂടി കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയാണ്. ഏതായാലും ആശാവർക്കർമാരുടെ കാര്യത്തിൽ പരസ്പരം പഴിചാരുന്നത് ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്രവും കേരളവും ഇരു സർക്കാരുകളും ചേർന്ന് ഒരു നയപരമായ തീരുമാനത്തിലെത്തി അവരുടെ സമരം അവസാനിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് വേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു മാസം പിന്നിടുകയാണ് ആശാവർക്കർമാരുടെ സമരം എന്നുകൂടി നമ്മൾ മറന്നുകൂടാ.